ഷിരൂരിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് തുടരുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നതായി കർണാടക സർക്കാർ പറഞ്ഞു. വിവരങ്ങളുമായി സരീഷ് പി കെയാണ് ചേരുന്നത്. സരീഷ്, ഈ രക്ഷാപ്രവർത്തകർ അവിടെ എത്തി മണ്ണ് മാറ്റുന്ന നടപടിക്രമങ്ങൾക്ക് തുടക്കമായി നേവിയുടെ അടക്കം 8 അംഗ സംഘം അവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ മണ്ണ് മാറ്റൽ നമ്മൾ നേരത്തെ കാണുമ്പോൾ മന്ദഗതിയിലായിരുന്നു, അങ്ങനെ തന്നെയാണോ ഇപ്പോഴും? മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലും ഇതിന് സമാനമായ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ മാത്രമാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ റോഡിലേക്ക് വലിയ രീതിയിൽ മണ്ണ് എത്തിയിട്ടുണ്ട്. മണ്ണും ചെളിയും കല്ലും ഉൾപ്പെടെയുള്ളവ എത്തിയിട്ടുണ്ട്. അവ പതുക്കെ നീക്കം ചെയ്യുന്നതിന് അനുസൃതമായി തന്നെ വീണ്ടും മലയിൽ നിന്നും മണ്ണിടിച്ചിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതാണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന്റെ മുകളിലെ പകുതി ഭാഗത്തോളം വീണ്ടും മണ്ണ് ഇടിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെ താഴെ റോഡിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുമ്പോൾ വീണ്ടും കൃത്യമായി മണ്ണ് താഴോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം വളരെ പതുക്കെ മാത്രം നടത്താനാവുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് മഴ പെയ്യുന്നതിനാൽ പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച എത്തുകയും മണ്ണിടിച്ചിൽ രൂക്ഷമാകുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. ഇതിനെ തരണം ചെയ്ത് വേണം രക്ഷാപ്രവർത്തനം നടത്താൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ അല്ലെങ്കിൽ JCB ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ പോലും അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ ഒരു സംശയമായി നിലനിൽക്കുന്നത് ഇതിനപ്പുറത്തേക്ക്, അതായത് ഈ റോഡിന് തൊട്ടടുത്താണ് ഈ ഒരു പുഴയുള്ളത്. ആ പുഴയിലേക്ക് ഈ വാഹനം മറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ജില്ലാ അധികൃതർ ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഈ വെള്ളത്തിനടിയിലേക്ക് ലോറി മറിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ പുഴയിൽ ഡൈവർമാരെ നിയോഗിക്കാൻ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ റബ്ബർ ട്യൂബ് ബോട്ടുകൾ നിലവിലുണ്ട്. ഗംഗാവലിപ്പുഴയിൽ ഒഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ മുറിച്ചു കടക്കാൻ പറ്റിയ ബോട്ടുകൾ അവിടെ എത്തിക്കുമെന്നുള്ള രീതിയിലും ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. സ്ഥിരീകരിക്കാറായോ? നേരത്തെ ഡ്രൈവർമാരെ അല്ലെങ്കിൽ നിയോഗിച്ച വാഹനം ഈ പുഴയിൽ പരിശോധന നടത്തുക എന്നൊരു കാര്യത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല എന്നതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരം. കാരണം തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയും മലവെള്ളപ്പാച്ചിലിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഡ്രൈവർമാർക്ക് ഹെലികോപ്റ്ററിന് സഹായത്തോടെ പരിശോധന നടത്താനാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നാവികസേനയെ എത്തിക്കുക എന്നുള്ളത് താൽക്കാലികമായി മാറ്റിവെക്കുന്നു. നിലവിലുള്ളത് റബ്ബർ ബോട്ടുകൾ മാത്രമാണ്. അതെടുത്ത് ഈ കുത്തൊഴുക്കുള്ള പുഴയിൽ പരിശോധന നടത്തുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ ബോട്ടുകൾ ഇവിടേക്ക് എത്തിക്കുക എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിന്റെ തയ്യാറെടുപ്പുകളും അതോടൊപ്പം തന്നെ കൂടുതൽ ബോട്ടുകൾ എത്തിക്കാനുള്ള ശ്രമവും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പുഴയിലുള്ള പരിശോധന ആരംഭിക്കുക. എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ നടക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ നടക്കുന്നത്, എവിടെയാണോ GPS-ന്റെ ഏറ്റവും അവസാനമായി ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത് ആ സ്ഥലത്ത് കൃത്യമായി പരിശോധന നടത്തുക, ആ സ്ഥലത്ത് നിന്നും മണ്ണ് മാറ്റുക എന്നുള്ളതാണ്. ഒരു പക്ഷേ കൂടുതൽ വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമുണ്ട്. കാരണം അന്ന് ഈ അപകടം നടന്ന സമയത്ത് ഈ സംഭവം നടന്നതുപോലും ആളുകൾ അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇത്രത്തോളം മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്, ഒപ്പം വാഹനങ്ങൾ പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് പുറം ലോകം പോലും അറിയുന്നത്. അതിനിടയിൽ തന്നെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകടം നടന്ന സമയത്ത് എത്ര വാഹനങ്ങൾ റോഡിലുണ്ടായിരുന്നു, എത്ര വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ് വീണത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായത് വലിയ തിരിച്ചടിയായി തന്നെ വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഇപ്പോഴും കുടുംബങ്ങൾ ആരോപിക്കുന്നത്, അവർ പരാതി നൽകിയപ്പോൾ ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്താനാകുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്ന് അല്ലെങ്കിൽ പോലീസും ജില്ലാ ഭരണകൂടവും പറയുന്നത് ഇത്തരത്തിലൊരു പരാതി ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ മണ്ണിനടിയിൽ ഉണ്ട് എന്ന നിഗമനം ആരും നൽകിയിരുന്നില്ല. ഒരു മാൻ മിസ്സിംഗ് എന്ന രീതിയിൽ മാത്രമാണ് ആദ്യ പരാതി ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയിലേക്ക് മറിഞ്ഞ വാഹനങ്ങൾ കണ്ടെത്തുക, അതിലുള്ളവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യ പരിഗണന എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതൊരു നിഗമനം മാത്രമായി ആണ് ജില്ലാ ഭരണകൂടവും കണക്കാക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഈ പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ മന്ദഗതിയിൽ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത്. ശരി ശരി സരീഷ്.